ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി കിടുക്കാച്ചേരി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. ഇന്നലെ നമ്മൾ മുടിയൊക്കെ കറുപ്പിക്കാനുള്ള ടിപ്പല്ലേ പറഞ്ഞു തന്നത്. ഇന്നപ്പോഴേ മുഖം വെളുപ്പിക്കാനുള്ള ടിപ്പാണ് പറഞ്ഞിരുന്നത്. സുപ്പു അടിപൊളി കിടുക്കാച്ചി ടിപ്പാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ചെയ്തവർക്കെല്ലാം കിടു റിസൾട്ട് കിട്ടിയതാണ്. സുപ്പുവിനും നല്ല റിസൾട്ട് കിട്ടിയ സംഭവമാണ്. അപ്പോഴേ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അതിന് വന്നതാണ് കേട്ടോ. അപ്പോഴേ എന്തൊക്കെയാണെന്ന് പറയട്ടെ. 4 കൂട്ടം സംഭവങ്ങൾ മാത്രം മതി. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. നമ്മൾ കാപ്പിയൊക്കെ തയ്യാറാക്കത്തില്ലേ, അതുമാതിരി കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇന്നതേ ഇപ്പം ബ്രൂവിൻ്റെ ഇട്ടേക്കുന്നത് കാപ്പി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളത്തിൽ പൊടിയിട്ട് ഇത് കാപ്പി രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് 1 സ്പൂണോ 2 സ്പൂണോ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഗോതമ്പ് പൊടി എടുക്കുക. പിന്നെ അതൊന്ന് എടുക്കട്ടെ. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാം. കാപ്പിയായിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചേക്കുവാണ്. ആവശ്യത്തിന് ഗോതമ്പ് പൊടി അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇത് മിക്സ് ചെയ്ത് വരുമ്പോഴാണല്ലോ നമ്മുടെ ആ വെള്ളത്തിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോഴേ അത് നമുക്ക് ആറിയതിന് ശേഷം കേട്ടോ, കാപ്പി ആറിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക. ഇന്ന് വെളിയിലൊക്കെ ഇച്ചിരി പരിപാടി നടക്കും. നമ്മൾ സിറ്റ് ഔട്ടൊക്കെ പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അകത്ത് കയറിയത്. അപ്പുറത്തൊക്കെ ഇച്ചിരി പരിപാടികളൊക്കെ നടക്കുന്നു, അതുകൊണ്ട് ഞാൻ അകത്ത് കയറിയത് കേട്ടോ ഇന്ന്. അപ്പോഴേ നമ്മുടെ ആ കാപ്പി ഇടുക. ആദ്യം കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ കാപ്പിപ്പൊടി ഇടുക. നമ്മൾ സാധാ കാപ്പി ഉണ്ടാക്കുന്നത് പോലെ തന്നെ തിളപ്പിക്കുക. എന്നിട്ട് എടുത്തു വെച്ചതിന് ശേഷം ആറിയതിന് ശേഷം മാത്രം നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കുന്നത്, ഒരാളെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 4 ഐറ്റങ്ങൾ മാത്രം മതി. ആദ്യം ഒരു തക്കാളിക്കൂട്ടനെ ഞാൻ എടുത്തത്. തക്കാളിക്കൂട്ടനെ എടുത്ത നമ്മുടെ പായ്ക്കിടാൻ സമയത്ത് ഗ്യാസ് മാമന്മാർ വന്നു. ഞാൻ എടുത്ത തക്കാളി എവിടെയാ ഇട്ടിട്ട് ഓടിയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് വേറെ തക്കാളിക്കൂട്ടനെ ഞാൻ എടുത്തു. അവൻ്റെ ചാറ് നമുക്ക് കുറച്ചൂറ്റിയെടുക്കാം കേട്ടോ. കുറച്ചൂറ്റിയെടുക്കാം. ഇനി ആ തക്കാളി ഞാൻ തപ്പിയെടുക്കണം എവിടുന്നാണ്. ഒറ്റയേറിഞ്ഞിട്ടെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത് വന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. ഞാൻ എന്തായാലും നമുക്ക് പായ്ക്ക് ഇടണമല്ലോ. ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്ക് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ഇത് ചെയ്ത് നമുക്ക് കിട്ടിയ നല്ല പായ്ക്ക് കേട്ടോ. അപ്പോഴേ അകത്തായതുകൊണ്ട് തന്നെ വെട്ടക്കുറവുണ്ടോ വെളിച്ചക്കുറവുണ്ടോ സദ്യം ക്ഷീണിക്കുക. സുപ്പുവിനോട് വെളിയിലെ യാതൊരു നിർവാഹവും ഇല്ല. ഇന്ന് നമുക്ക് പാർലർ അവിടെ ആക്കാൻ. ഇന്നിപ്പം നമ്മുടെ പാർലർ അകത്ത് തന്നെയാണ്. മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം ഇത് നിങ്ങൾ ഈ പായ്ക്കമ്പോട്ട് ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇട്ട് കൊടുക്കും. ഇന്നിപ്പം നമ്മൾ വെളുക്കാനുള്ള ടിപ്പാണ്. ഇന്നലെ നമ്മുടെ മുടിയിലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം. അടുപ്പിച്ച് ചെയ്യണം കേട്ടോ. ഒരു ദിവസം കൊണ്ട് മാത്രം ചെയ്ത് നിങ്ങൾ മടി കാണിക്കരുത്. എന്നാലേ ഇതിനൊക്കെ ഒരു മാറ്റം കിട്ടത്തുള്ളൂ കേട്ടോ. മുഖത്തേക്ക് എന്നും ചെയ്തോണം ഇങ്ങനെ കുഞ്ഞു ടിപ്പുകളൊക്കെ ചെയ്ത് എല്ലാവരും സുന്ദരിമാരാവട്ടെ കേട്ടോ. ഞാൻ അകത്ത് വെച്ച് ലൈറ്റിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പായ്ക്കിടുന്നത്. അപ്പോൾ നമ്മുടെ വെളിയിലാകുമ്പോൾ എല്ലാവർക്കും വിശ്വാസം വരും കേട്ടോ. നമ്മൾ ഈ ലൈറ്റിൻ്റെയൊക്കെ നമ്മുടെ ഈ പിന്നെ മൊബൈലിൻ്റെ അതുപോലെ ഞാൻ ഇടാറില്ല കേട്ടോ ലൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെളിയിൽ വെച്ച് നമ്മുടെ ഇതേമാതിരിയൊക്കെ പായ്ക്കൊക്കെ ഇട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ പറയും നമ്മുടെ ലൈറ്റിൻ്റെ വെളുത്തു തുടുത്തു ഇരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, സത്യാവസ്ഥ നമുക്കറിയാമല്ലോ. സിറ്റ് ഔട്ടിലാണെങ്കിലും ഉള്ള വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ അടുക്കളയുടെ വശത്താണെങ്കിലും ഞാൻ ലൈറ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ സാധാ. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഈ പെരയ്ക്കകത്ത് നിന്ന് ഒരുപാട് ലൈറ്റിൻ്റെ അപ്പോഴങ്ങ് എന്തോ പോലെ എനിക്കിഷ്ടമല്ല കേട്ടോ. ആദ്യത്തെ സംഭവം ഇങ്ങനെ ഞാൻ ഇട്ട് കാണിക്കുന്നത്. എനിക്ക് യാതൊരു നിർവാഹവും ഇല്ല കേട്ടോ. ഇന്നും വെളിയിലിറങ്ങി ഇത് ചെയ്യാനുള്ള
അപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് അത് ആ ലൈറ്റിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യുന്നല്ലോ, എന്താ ഒരു ഭയങ്കര വെട്ടം മാതിരി. നമുക്ക് അത്രയ്ക്കും വെളുപ്പൊന്നുമില്ല കേട്ടോ ലൈറ്റിൻ്റെ അടുത്ത്. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, ഇങ്ങനെ ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് യാതൊരു നിർവാഹവും ഇല്ലാഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ ഈ സുപ്പുനെ ഒരിക്കലും ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് കളിപ്പീരുപാട് ഒന്നുമില്ലെന്ന് അല്ലേ. നമ്മൾ കളിപ്പിച്ചിട്ട് എന്ത് നേടാനാണ്? ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മറ്റേ പായ്ക്കൊക്കെ ഇടുന്ന അതുമാതിരി തന്നെ ഒരു 15 മിനിറ്റ് നമുക്കിത് വെച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നമുക്കിത് കഴുകി കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയും നമ്മുടെ തക്കാളിക്കൂട്ടനും എല്ലാം കൂടെ ചേരുമ്പോഴേ കാപ്പിപ്പൊടിക്കൂട്ടനും എല്ലാവരും കൂടെ ചേരുമ്പോൾ നല്ലൊരു അടിപൊളി ഒരു റിസൾട്ട് നമുക്ക് ഇതിന് കിട്ടും കേട്ടോ. കുറച്ചെടുത്താൽ മതി, ഒരുപാട് കാപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കല്ലേ. കുറച്ച് കാപ്പിപ്പൊടി വെള്ളം തിളപ്പിച്ചാൽ മതി, ഒരുപാടിട്ട് ഏറെ ആക്കരുത് കേട്ടോ. ഞാൻ ആ ബ്രൂവിൻ്റെ ഒരു പാക്കറ്റ് ഇതിനകത്തിട്ട് കേട്ടോ. 2 പാക്കറ്റ് ഒന്നും ഇടേണ്ട കാര്യമില്ല, ഒരു പാക്കറ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴുകി കാണിക്കാം കേട്ടോ. ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ, ഒത്തിരി നമ്മൾ അഴുക്കാക്കി കളയണ്ട. ചിലരൊക്കെ പായ്ക്കുകളൊക്കെ വെറുതെ എടുത്ത് ഇങ്ങനെ കളയുന്നതാണ്, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. എനിക്കെപ്പോഴും ഒരളവുണ്ട്, ആ ഒരു സ്പൂൺ അളവിലാണ് ഏത് തരം പായ്ക്കാണെങ്കിലും ഞാൻ എടുക്കുന്നത് കേട്ടോ. നമ്മൾ വെറുതെ പന്നലാക്കി കളയണ്ട. നമ്മൾ എന്തിനാ ഇങ്ങനെ പന്നലാക്കി കളയുന്നത്? 15 മിനിറ്റ് ഇരുന്ന് ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. കഴുകി കാണിക്കാം നിങ്ങളെ. നോക്കട്ടെ, നമുക്ക് മുറ്റത്ത് പോയി അന്നേരം വീഡിയോ എടുക്കാനും പോകാൻ കഴുകി നമുക്കതിൻ്റെ റിസൾട്ട് കാണാനേ. നല്ലൊരു അടിപൊളിയാണ് കേട്ടോ ഇത്. നമുക്ക് ചെയ്ത് നോക്കി കഴുകി മാറ്റുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റായി കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പായ്ക്കാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ആ ഇരുട്ടത്ത് നിന്ന് ചെയ്തത് കൊണ്ട് ഒന്നും നമുക്ക് പിടി കിട്ടത്തില്ലല്ലേ. പക്ഷേ ഞാൻ കഴുകാൻ ഇന്ന് വെളിയിൽ ചാടി കേട്ടോ, നമ്മുടെ പൂച്ചക്കൂട്ടന് കൊണ്ട് എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ കിടു റിസൾട്ട് കഴുകി കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല പുട്ടി ഇട്ടതായിരിക്കുമെന്ന്. അല്ല കേട്ടോ, പുട്ടിയൊന്നും അല്ല. ദേ കിടു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി പായ്ക്കാണ്. അതാട്ടോ വീണ്ടും ഞാൻ കഴുകി കാണിക്കുന്നത്. എല്ലാം കഴുകി മാറ്റിയതാണ്, കിടു റിസൾട്ടാണ്. വീണ്ടും പറയുന്നത് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ. പുട്ടിയൊന്നുമല്ല, നമുക്ക് അകത്ത് നിന്ന് അത് അറിയത്തില്ല കേട്ടോ. അതിൻ്റെ നമ്മളിത് പായ്ക്കിടുമ്പം കുഴപ്പമില്ല വെട്ടമില്ലെങ്കിലും, പക്ഷേ അത് കഴുകി മാറ്റുമ്പം നമുക്കത് അറിയണമല്ലോ അല്ലേ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി കിടുക്കോച്ചൊരു പായ്ക്കാണ്. അപ്പോഴൊന്നും ചെയ്തോ കേട്ടോ, അത്രയ്ക്ക് നല്ല കിടു റിസൾട്ട് കിട്ടുന്നതാണ്. എന്നൊക്കെ ഒക്കും ഒക്കും. ചിലരിങ്ങനെയൊക്കെ ചോദിക്കും എന്നും ഇടാൻ പറ്റുമോ? എന്നും ഇടാൻ നമുക്ക് മടിയൊന്നുമില്ലെങ്കിൽ ഇട്ടാൽ പിന്നെ എന്താണ്, സൗന്ദര്യമൊക്കെ കിട്ടുന്നെങ്കിൽ നമുക്ക് ഇത് അപ്പുറത്ത് നമുക്ക് ചെയ്യാമല്ലേ. അപ്പോൾ വിശ്വാസം വന്നല്ലോ എല്ലാവർക്കും കേട്ടോ. ഒക്കെ ചെയ്ത് നോക്കണേ. ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. എല്ലേടാ പൂച്ചക്കൂട്ടാ, അവൻ ഇവിടെ ഇരിപ്പുണ്ട്, അവൻ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇതൊക്കെ കാണാൻ, എൻ്റെ ഈ പായ്ക്കലിടിയിലും കഴുകലും ഒക്കെ കാണാൻ ഞാൻ ഇനി വെളിയിൽ വന്നാൽ കഴുകിയത് കേട്ടോ. നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വെളിയിൽ ഇറങ്ങിയാണ് ഞാൻ കഴുകിയത്. നല്ല റിസൾട്ട്, നല്ല അടിപൊളി. അപ്പോൾ പെട്ടെന്ന് ഫങ്ഷനൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഇച്ചി കാപ്പിയൊക്കെ തിളപ്പിച്ച് ഇതേപോലെ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് ഇച്ചി തക്കാളിക്കുട്ടിനെയൊക്കെ പിഴിഞ്ഞ് ചേർത്ത് നിങ്ങളങ്ങ് പൊയ്ക്കോളൂ, ഒരു കുഴപ്പമില്ല. പാർലറിലൊന്നും വേണ്ട, അവിടെ പോയി 10,000 1,500 രൂപയൊന്നും കൊടുക്കണ്ട. ഇതൊക്കെ മതി കേട്ടോ സുന്ദരിമാരാവാൻ. പിന്നെ നല്ല അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമുക്കിന്ന് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. കാപ്പിപ്പൊടി ഇവിടെയൊക്കെ ഇരിപ്പുണ്ടോ?
അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കുക. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളാണല്ലോ, എളുപ്പം ചെയ്യാൻ പറ്റിയ നല്ലൊരു പായ്ക്കുവാണല്ലേ. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ 4 കുട്ടന്മാരും. അപ്പോൾ ഓടിപ്പോയി ചെയ്തോളൂ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക്